Good morning. Be back to the class. രണ്ട് പ്രോബ്ലം കൂടി നമുക്ക് എക്സസൈസിൽ ചെയ്യാനുണ്ട്. ആൻഡ് ലെറ്റ് us do the 16th പ്രോബ്ലം. ഞാൻ തന്ന എക്സസൈസിൽ 16th പ്രോബ്ലമാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ക്ലിയർ? ഇതിൽ 17 എഴുതിയിട്ടുണ്ട്, പക്ഷേ see that it is the 16th question which we are doing. 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ്. If the combined leverage and operating leverage figures of a company are 2.5 and 1.5 respectively, combined leverage or operating leverage തന്നിട്ടുണ്ട്. Find the financial leverage and PV ratio given that equity dividend per share is ₹2, interest payable per year is ₹1 lakh, total fixed cost ₹0.5 lakh and sales ₹10 lakh. അവസാനത്തെ എക്സസൈസ് ഒക്കെ ആയപ്പോഴേക്കുമാണ് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഫീലിങ്ങേ വേണ്ടു കേട്ടോ. ശരിക്കും കോംപ്ലിക്കേറ്റഡ് ആണോ ചോദിച്ചാൽ ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് കോംപ്ലിക്കേറ്റഡ്, ബട്ട് സച്ച് എ ഫീലിംഗ് ഹാസ് കം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ ലെറ്റസ് ടേക്ക് ഡൗൺ. ക്വസ്റ്റ്യനിൽ തന്ന കാര്യങ്ങൾ ഓരോന്നായിട്ട് നമുക്കെടുത്ത് എഴുതേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, സോ combined leverage is given in the question, right? It is 2.5. Operating leverage is given in the question as 1.25. Financial leverage is not given. Financial leverage ആണ് കണ്ടുപിടിക്കേണ്ട ഒരു സാധനം. ആൻഡ് PV ratio also PV ratio ആണ്. Given that equity dividend per share ഒരു ഷെയറിന് ₹2. interest payable is 1 lakh, 1 ലക്ഷമാണ്. Clear? Total fixed cost is 0.5 lakh. 0.5 lakh. For 0.5 lakh എന്ന് പറഞ്ഞാൽ 50,000 ആണ്. റൈറ്റ്. ആൻഡ് വാട്ട് എൽസ് ഇസ് ഗിവൻ? സെയിൽസും കൂടി തന്നിട്ടുണ്ട് അല്ലേ? സെയിൽസ് ഇസ് ഓൾസോ ഗിവൻ ആസ്, സെയിൽസ് എത്രയാണ് തന്നിട്ടുള്ളത്? 10 ലക്ഷമാണ്. 10 lakhs. This much information is given in the question. You are asked to find out the financial leverage and the PV ratio. ഇത് രണ്ടുമാണ് തന്നിട്ടുള്ളത്, PV ratio, financial leverage. Financial leverage can be easily found out with the help of these two. അല്ലേ? That means combined leverage is equal to financial leverage into operating leverage. ഫിനാൻഷ്യൽ ലിവറേജിന് വേണ്ടിയിട്ട് സോൾവ് ചെയ്യാം അല്ലേ? ഇറ്റ് ഈസ് ഈസി. പിന്നെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് PV ratio ആണ്. PV ratio കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ PV ratioൻ്റെ ഫോർമുല എന്താ? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് അല്ലേ? സെയിൽസ് ഇസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ, കോൺട്രിബ്യൂഷൻ ഇസ് നോട്ട് ഗിവൺ. കോൺട്രിബ്യൂഷൻ്റെ ഫോർമുല എന്താ? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് is a contribution അല്ലേ? ഓർ കോൺട്രിബ്യൂഷൻ ഓപ്പറേറ്റിംഗ് ലിവറേജിൽ നമുക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് പറയാം കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT is equal to operating leverage, where operating leverage is given in the question and EBIT is not given. പക്ഷെ നമുക്ക് EBIT കണ്ടുപിടിച്ചൂടെ? നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ, ഇതിന് തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് EBIT കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ആ EBITൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമുക്ക് പിന്നെ കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. കോൺട്രിബ്യൂഷൻ വന്നു കഴിഞ്ഞാൽ PV ratio കാൽക്കുലേറ്റ് ചെയ്തൂടെ? ബിക്കോസ് സെയിൽസ് ഇസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. ഇത്രയും തന്നേന്ന് വെച്ചിട്ട് നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ഇത് രണ്ടുമാണെന്നുള്ളത് ആദ്യം തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് ലെറ്റ് us റൈറ്റ് ദ ഫോർമുല. റൈറ്റ്. സോ ലെറ്റ് us സ്റ്റാർട്ട് വിത്ത് ദ ക്വസ്റ്റ്യൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കണം ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും എങ്ങനെ അതിലേക്ക് എത്താം എന്നുള്ളൊരു ലൂപ്പ് ഹോള് നമ്മൾ പഠിച്ച ഫോർമുലാസിൽ ഉണ്ടാവും. വാട്ട് ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ ആൻഡ് ഹൗ യു ക്യാൻ ഡു.
ഇതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് സുഖമായിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ യു ആർ നോട്ട് ടേക്കിംഗ് ദാറ്റ് മച്ച് കെയർ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾക്കത് സോൾവ് ചെയ്യാൻ പറ്റാതിരുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഫിനാൻഷ്യൽ ലിവറേജ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഐ മീൻ ഫിനാൻഷ്യൽ ലിവറേജ് അല്ല, ക്വസ്റ്റ്യൻ പ്രകാരം തന്നെ നമുക്ക് പോവാം. ഇറ്റ് ഈസ് കമ്പൈൻഡ് ലിവറേജ്. കമ്പൈൻഡ് ലിവറേജ് ഇസ് ഈക്വൽ ടു operating leverage into financial leverage. Clear? What is given? 2.5 ആണ് combined leverage. 2.5 is equal to financial leverage into 1.25. Right. So what will be? ഇത് ഇങ്ങോട്ട് വരുമ്പോൾ ഡിവിഷൻ ആയി മാറും. Or you can say that financial leverage is equal to 2.5 divided by 1.25. The answer is 2. Financial leverage കിട്ടി. Clear? Is it clear for you? First question the answer I. First question is answered. And let us move to the second part where you are asked to do the problem for PV ratio. PV ratio and the formula is contribution divided by sales into 100, where sales is already given in the question. Contribution നമുക്ക് കണ്ടുപിടിക്കണം. Is it clear for you? Contribution നമ്മൾ കണ്ടുപിടിക്കേണ്ട സാധനമാണ്. അപ്പോൾ let us start working for the contribution. നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിച്ചത് എങ്ങനെയാ വെച്ചാൽ we started with the financial leverage. Clear? അപ്പോൾ ഇവിടെ നമുക്ക് ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ ഹെൽപ്പോട് കൂടി തന്നെ കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഫിനാൻഷ്യൽ ലിവറേജ് ഇസ് ഈക്വൽ ടു എബിറ്റ് by EBIT minus interest. Right? Is it clear for you? ഇതിനെ ഞാനൊന്ന് ഇതിൽ എബിറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, പക്ഷേ എന്ത് തന്നിട്ടുണ്ട്? എബിറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് EBT ആണ്. Is it clear for you? EBT ആണ് നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ EBTയുടെ കാൽക്കുലേഷനിലൂടെ, കാരണം ടാക്സ് റേറ്റ് ഒന്നും തന്നിട്ടില്ല, അതുകൊണ്ട് നമുക്കൊരു കാര്യം കൃത്യമായിട്ട് എബിറ്റിനെ ഇങ്ങനെയും കൂടി നമുക്ക് ഡിഫൈൻ ചെയ്യാം. എബിറ്റ് ഇസ് ഈക്വൽ ടു EBT പ്ലസ് I, അതായത് ഏർണിങ്സ് ബിഫോർ ടാക്സിൻ്റെ കൂടെ ഇൻട്രസ്റ്റുമായി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് എബിറ്റിലേക്ക് എത്തും അല്ലേ? EBTയുടെ കൂടെ ഇൻട്രസ്റ്റ് ആഡ് ചെയ്താൽ എബിറ്റ് എത്തും. ഡിവൈഡഡ് ബൈ എബിറ്റ് മൈനസ് I എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ഓൾറെഡി ഗിവൺ ആസ് EBT. ക്ലിയർ അല്ലേ? അപ്പോൾ എബിറ്റ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാവുന്ന സാഹചര്യത്തിൽ യു ക്യാൻ ഗോ ഫോർ ദിസ് മെത്തേഡ്, EBT മെത്തേഡ്. ക്ലിയർ ആണോ? അപ്പോൾ എബിറ്റ് പ്ലസ് I ഡിവൈഡഡ് ബൈ EBT. കാരണം എബിറ്റ് നമുക്ക് ഇല്ല ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. ക്ലിയർ? അല്ലെങ്കിൽ എബിറ്റ് വെച്ചിട്ടാണെങ്കിലും ചെയ്യാം, പക്ഷേ പെർഹാപ്സ് ദിസ് വിൽ മേക്ക് യു മോർ ഈസി. ഫിനാൻഷ്യൽ ലിവറേജ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്താ? 2 ആണ് ഫിനാൻഷ്യൽ ലിവറേജ്. നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തു. ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തു. EBT ഈസ് നോട്ട് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. EBT ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. EBT ഈസ് നോട്ട് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. പക്ഷേ തന്നിട്ടുള്ള ഒരു സാധനമുണ്ട്. വാട്ട് ഈസ് ദാറ്റ്? ഇൻട്രസ്റ്റ് ഇസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ ആസ് 1 lakh. ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. 1 ലക്ഷമാണ് ഇൻട്രസ്റ്റ്. ഡിവൈഡഡ് ബൈ EBT. മുകളിൽ എബിറ്റും താഴെ EBT ആയാൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് രണ്ടിനെയും ഒരു ടേംസിലേക്ക് ആക്കിയത്. രണ്ടിനെയും വേണമെങ്കിൽ എബിറ്റിലേക്ക് ആക്കാം കേട്ടോ. അപ്പോൾ മൈനസ് I ആവുന്നു മാത്രമേ ഉള്ളൂ, ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. കുറച്ചും കൂടി കാൽക്കുലേഷൻ ഈസി ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. അതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡും കൂടി നിങ്ങൾക്ക് കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ എബിറ്റ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തത്. ഓക്കെ, സോ EBT പ്ലസ് 1 lakh ബൈ EBT. സോ ദിസ് EBT ക്യാൻ ബി ബ്രോട്ട് ടു ഹിയർ. 2 EBT is equal to EBT
പ്ലസ് 1 lakh അല്ലേ. 1 lakhന് അവിടെ നിർത്തിയിട്ട് ഇ ബി ടീനെ ഇങ്ങോട്ട് കൊണ്ടുവരാം ഇപ്പുറത്തേക്ക്. അപ്പോൾ 2 EBT എന്നുള്ളത് 1 EBT ആയി. അപ്പോൾ ഇ ബി ടി ഇവിടേക്ക് വരുമ്പോൾ ഇത് മൈനസ് ആവും, ഇവിടെ പ്ലസ് അല്ലേ, ഇത് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ആവും. 2 EBT മൈനസ് EBT. സോ യു ഗോട്ട് വൺ സിംഗിൾ EBT ഇസ് ഈക്വൽ ടു 1 lakh. ക്ലിയർ ആയിട്ട് കിട്ടിയോ? അപ്പോൾ ഇ ബി ടിയുടെ വാല്യൂ എത്രയാണ്? 1 ലക്ഷമാണ്. ഇനി ഇ ബി ടിയിൽ നിന്ന് നമുക്ക് എബിറ്റ് കിട്ടാൻ എത്ര എളുപ്പമാണ്? ഇ ബി ടി 1 ലക്ഷമാണെങ്കിൽ ഇ ബി ടിയുടെ കൂടെ ഇൻട്രസ്റ്റ് ആഡ് ചെയ്താൽ യു വിൽ ബി ഗെറ്റിംഗ് വാട്ട് ഇസ് എബിറ്റ്. റൈറ്റ്, എബിറ്റ് കിട്ടില്ലേ? കിട്ടും. അപ്പോൾ ഇ ബി ടി പ്ലസ് ഇൻട്രസ്റ്റ് എത്രയാണ്? 1 lakh ആണ്. അപ്പോൾ ഇ ബി ടി എത്രയാണ്? 1 lakh ആണ്. സോ വാട്ട് ഇസ് എബിറ്റ്? എബിറ്റ് ഇസ് 2 lakh. എബിറ്റ് ഇസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ ആസ് 2 lakh. ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? അപ്പോൾ എബിറ്റിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. 2 ലക്ഷമാണ്. ഇനി കോൺട്രിബ്യൂഷനിലേക്കാണ് നമുക്ക് എത്തേണ്ടത്. ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ എബിറ്റ്, where operating leverage is given in the question as 1.25. 1.25 is equal to contribution divided by 2 lakh. 2 ലക്ഷം. Clear? And C is equal to, contribution is equal to 2 lakh into 1.25. That is equal to, എത്ര ആൻസർ വരിക? That is equal to 2,50,000. 2,50,000. 2,50,000 ആണ് കോൺട്രിബ്യൂഷൻ. ഇസ് ഇറ്റ് നോട്ട്? ഇപ്പം എന്തായി? യു ഗോട്ട് ദ കോൺട്രിബ്യൂഷൻ, യു ഹാവ് ദ സെയിം, ആൻഡ് യു ക്യാൻ വർക്ക് ഔട്ട് ദ പി വി റേഷ്യോ. സോ പി വി റേഷ്യോ ഇസ് ഈക്വൽ ടു, പി വി റേഷ്യോനെ എങ്ങനെ നമ്മൾ വർക്ക് ഔട്ട് ചെയ്യാം? പി വി റേഷ്യോ ഇസ് ഈക്വൽ ടു, പി വി റേഷ്യോ ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ്. കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ആണ് പി വി റേഷ്യോ. സോ ലെറ്റ് us work out using this thing. So 2,50,000 divided by what is sale? It is 10 lakh. 10 ലക്ഷമാണ് സെയില്. into 100, it comes to 25%. Is it clear with this thing? Clear ആണോ ഈ ഒരു മെത്തേഡ് ഓഫ് ഡൂയിങ് ദ പ്രോബ്ലം? So let us rewind the question. What was given in the question? നമ്മൾ ആദ്യം തന്നെ എഴുതിയിട്ട് എന്തൊക്കെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. CL combined leverage was given, operating leverage was given in the question. With this 2 you can find out the financial leverage. And പി വി റേഷ്യോ ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ ചെയ്യേണ്ട കാര്യം, പി വി റേഷ്യോൻ്റെ ഫോർമുല നമ്മൾ എഴുതി നോക്കുക. കോൺട്രിബ്യൂഷൻ ബൈ സെയിൽസ് ഇൻറ്റു 100. സെയിൽസ് ഇസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ, കോൺട്രിബ്യൂഷൻ ഇസ് നോട്ട് ഗിവൺ. ഇപ്പോൾ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ്, ലെറ്റ് us start with the financial leverage. Financial leverage is equal to EBIT by EBT. അപ്പോൾ രണ്ടിനെയും EBT ആക്കി മാറ്റാം, where EBIT is equal to EBT plus I. അപ്പോൾ അങ്ങനെ EBTക്ക് വേണ്ടി സോൾവ് ചെയ്തു. EBT 1 ലക്ഷമാണെന്ന് കിട്ടി. EBTയുടെ കൂടെ ഇൻട്രസ്റ്റ് പാർട്ട് കൂട്ടുമ്പോൾ EBIT ആയി. അപ്പോൾ EBIT is equal to 1 lakh because the interest is given in the question. ഇനി ആ ഒരു EBIT വെച്ചിട്ട് ഓപ്പറേറ്റിംഗ് ലിവറേജിലേക്ക് സോൾവ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ബൈ EBIT. സോ അത് സോൾവ് ചെയ്യുമ്പോൾ സിക്ക് വേണ്ടിയിട്ട് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ സി കിട്ടി കോൺട്രിബ്യൂഷൻ 2,50,000. ആൻഡ് ഡയറക്ട്ലി യു ക്യാൻ വർക്ക് ഔട്ട് വാട്ട് ഇസ് പി വി റേഷ്യോ ഇൻ ദ ക്വസ്റ്റ്യൻ. Is it clear for you? Do this problem and let me know how far it is okay for you. Okay. And I have told you ഒരു Google Meet contact ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. And I need that answer today, and I also need the answer when we can conduct the first test. Okay. Till then, take care.